എന്താ പറയാ? അപ്പൊ ഹലോ ഗൈസ്, അങ്ങനെ ഇജ്ജ് തുടങ്ങ്, ഞാൻ അസ്സലാമു അലൈക്കും. അപ്പൊ ഹലോ ഇജ്ജ് അസ്സലാമു അലൈക്കും. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇപ്പൊ മാന്യനാണ് ഗൈസ്. ഇപ്പൊ നല്ല സ്റ്റാൻഡേർഡിലേക്കാണ് സംസാരിക്കാറ്. എന്നാ പറയാ, അപ്പൊ ഇന്ന് എന്താണ് പരിപാടി? ഇന്ന് നമ്മളൊരു ഡെയിലി വ്ളോഗാണ്. ഇത് നമ്മളെ ചാനലത്തെ ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് ലോങ് വീഡിയോ ആട്ടോ, സോറി, ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പൊ എങ്ങനെ വീഡിയോ എടുക്കണ്ടേ, എങ്ങനെയൊക്കെയാണ് എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബില്. ഇവളെ മുഖം കാട്ടാത്ത വേറൊന്നല്ല, ഇവളൊരു കൈ കണ്ടാത്ത തന്നെ എനിക്ക് എഡിറ്റ് ചെയ്യേണ്ടിരിക്കാനും പണി. പിന്നെ നല്ലതും അല്ലാന്ന് കരുതി അത് ഞങ്ങള് മുഖം കാട്ടാത്ത. പിന്നെ ഞങ്ങളില്ല ജർമ്മനിയിലാണ്. അപ്പൊ ഇവിടുത്തെ ഓരോ ഡെയിലി വ്ളോഗ്സും ഞങ്ങളെ കുറച്ച് ഇതൊക്കെ കാരണം ഈ ചാനലിൽ വരിക ഇൻഷാ അള്ളാ. ഞങ്ങളെ സ്ലാങ് മലപ്പുറം സ്ലാങ് ആയിക്കാരം, കാരണം ശുദ്ധ മലയാളം പറയാൻ എനിക്കറിയില്ല. ശുദ്ധ മലയാളം പറയാൻ അങ്ങനെ അറിയില്ല, അതുകൊണ്ടാണ്. താല്പര്യം ഇല്ല എന്നല്ല, കുറച്ച് ഇടങ്ങാറാണ് പോകാന്നോ. അപ്പൊ നമുക്ക് വീഡിയോക്ക് പോവാം. ഞങ്ങക്ക് ഇതിനെ പറ്റി വലിയ നിശ്ചയൊന്നുമില്ല, ധാരണല്ല യൂട്യൂബ്. നമുക്ക് ഇന്നത്തെ വ്ളോഗ് തുടങ്ങാം. അപ്പൊ ഞമ്മക്ക് ഇന്നത്തെ വ്ളോഗ് തുടങ്ങാം ഗൈസ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ രസത്തിലും തമാശയിലും എടുക്കുക ഇൻഷാ അള്ളാ. അപ്പൊ തുടങ്ങാം ഗൈസ്. അസ്സലാമു അലൈക്കും. തുറന്നിട്ടുള്ളൂ. അപ്പോഴാണ് ശരിക്കും നല്ല വെളിച്ചത്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നീച്ച് സുബൈസ്കരിക്കൂ. സ്വപ്നത്തിനെങ്കിലും ആ പുള്ളി കേക്കട്ടെ. അയ്യേട്ടാ ഇന്ന് ഒന്ന് മുതൽ ഞാൻ എന്റെ ഇക്കാനെ ഇക്കാന്നാ വിളിക്കണത്. അല്ല, ഞാൻ വിളിച്ച എപ്പൊ പാടുണ്ടോ ഇസ്ലാം കാര്യങ്ങൾ. ഇസ്ലാം കാര്യം 5 അവകൾ പഠിക്കൽ ഫർളാണ്, അവകൾ ചെയ്യൽ ഫർളാണ്. ഇസ്ലാം കാര്യം 5, ഈമാൻ കാര്യം 5. ഏതാ 5? വല്ലാതല്ല അങ്ങനത്തെ ചോദ്യങ്ങൾ. നീച്ച് ഒരു മിനിറ്റ് ഒന്നുമില്ല. നീച്ച് ഇന്നലെ അമ്മ വിളിച്ചിക്കണോ? അമ്മ വിളിച്ചിട്ടാ ഇപ്പൊ രാത്രി. എന്താ പോത്തോ? എന്റെ നാട്ടിലൊക്കെ പോത്ത് ബെഡിലല്ലേ കിടക്കല്. എന്റെ നാട്ടില് ഇനിയിപ്പോ ഈ നാട്ടില് പോത്താള് ബെഡിലാണല്ലോ കിടക്കുന്നത്. മെയ്മാക്ക് ഡാന്ന്. ഹലോ ലൈല ലൈല. റോസ് ബ്രഷ് അല്ലേ? എന്റെ റോസ് ബ്രഷ് ആണ്, അതിന് കൊണ്ട് തന്നെ തേക്ക്. ഇല്ല, ജിന്റെ പല്ലിച്ചാണോ തേക്ക്? പന്റെ പല്ല് തേച്ചിറങ്ങിക്ക. ഗായ്സിബിന് ബ്രഷ് തിരിച്ചറിയില്ല, എന്നും എന്റെ ബ്രഷ് കൊണ്ടാണ് തേച്ച് പോവും. അത് കരുതിട്ട് കണ്ടോലെ ബ്രഷ് തേക്കല. എന്റെ ബ്രഷാണെന്ന് അറിയാം, എന്നിട്ട് ഞാൻ സ്നേഹം. പിന്നെ എന്താ കേട്ടില്ല? അത് പതിവില്ലല്ലോ, വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ എത്തിയിട്ട് കാട്ടി കൊടുക്കാനാ. ഞാനൊന്നും കുളിക്കും, പക്ഷെ നിങ്ങളെ മാതിരി അമിതമായി കുളിക്കാറ് 2, 3, 4 പ്രാവശ്യം കുളിച്ചില്ല. ഞാന് ഒരു ദിവസം ഒരു നേരം കുളിക്കും. ആ നേരം ഞാൻ തീരുമാനിക്കും, ആ ദിവസവും ഞാൻ തീരുമാനിക്കും. ദിവസമല്ല, ദിവസം കുളിച്ചും, പക്ഷെ അങ്ങനെ കുളിച്ചോണ്ട് നിൽക്കൂല. 1, 2 മാത്രം. ഇവന് പിരാന്താണ് ഗൈസ്. ഒരു ദിവസം ഒരു 4-5 വട്ടൊക്കെ കുളിച്ചു. ഞാനും ജാസ്മിനൊക്കെ അങ്ങനെ ഒരു വട്ടം 5 വട്ടൊക്കെ കുളിച്ചു. വൃത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഞാൻ കുളിച്ചില്ല. വേണ്ട, കുളിച്ചണ്ട. മര്യാദക്ക് ഉള്ളി അരിഞ്ഞോ കുളിച്ച് സുന്ദര കുട്ടപ്പനായി കുത്തിർക്കല്ല അവിടെ. ഉള്ളി അരിഞ്ഞിട്ട് കുളിച്ചല്ല.
ഇന്നെല്ലാ പണി ഞാൻ എടുക്കാം. അന്നായിക്കോട്ടെ. റൂമും വാക്യൂം ചെയ്യണം, റൂമൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കി വിരിക്കും. ഇന്നെല്ലാ പണി ഞാൻ എടുക്കും. വെക്കണ്ട, ഫുഡ് ഉണ്ടാക്കണ്ട. ഗൈസ് അപ്പൊ നമ്മള് എന്നത്തെയും പോലെ അപ്പൊ നമ്മള് എന്നും തുടങ്ങല് ബെഡ്മെന്നാണ്. അപ്പൊ നമുക്ക് ബെഡ്മെന്ന് തുടങ്ങാം. ബെഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഭാര്യക്ക് വെച്ചുണ്ടാക്കാണ്ട്. ബ്രെഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഭാര്യക്ക് മുറിച്ചോ അനിയോ കഴിക്കാൻ തന്നെ അടിച്ചോ ആ മണ്ട തറച്ചില്ലേ? അല്ല പിന്നെ എന്റെ കുളി നനയൊക്കെ കഴിഞ്ഞ് കാത്തു പോകുന്ന മനസ്സിൽ പഠിച്ച്. അപ്പൊ നമുക്ക് കാഴ്ച സാൻഡ്വിച്ചും സാൻഡ്വിച്ച് അല്ലത് അങ്ങനെ പറയല്ലേ? സാൻഡ്വിച്ചും ഇത് ഫ്രഷ് സാധനമാണ്. ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി നമുക്ക് ലീവാണ്. അപ്പൊ കരുതി ഇന്നെല്ലാം ആക്കും പോലെ നമ്മൾ ചെയ്യുള്ളൂ. നമുക്ക് ലീവാണ്. അപ്പൊ വിരുന്നാര് വരുന്നുണ്ടെന്ന്. വിരുന്നാര് പ്രമാണിച്ചാണ് ഞാൻ ഈ കുളിച്ചു മാറ്റിയിരിക്കുന്നത്. ഞാനോ ഓളെ രണ്ട് ഫ്രണ്ട്സ് ഓലെ ചാരാലാണ് എന്താ. അപ്പൊ ഇന്ന് ഇജ്ജ് പറയണത് ഇജാണ് നെല്ല് എടുക്കണെന്ന്. ഇന്നെല്ലാ പണി ഞാൻ നോക്കേ വ്യൂ ആയിട്ട് കിട്ടാം. ഏതാ വ്യൂലാ? ഏതാ വ്യൂ? ഇതാണോ വ്യൂ? അത് നീച്ച് പറഞ്ഞ നോക്കാൻ പക്ഷെ ഇങ്ങനെ എന്നും ഒഴിവാണോ അല്ലേ? അപ്പൊ നമ്മള് വല്ല പണി തുടങ്ങാണ്. എന്തിനാ വിളിച്ചണ? ഫ്രിഡ്ജാണ് പറഞ്ഞത്. ഇജ്ജ് ഏറ്റെടുത്ത എല്ലാ പണി ഞാൻ എടുക്കും. ഫുഡ് ഉണ്ടാക്കാൻ തരൂല, അരിഞ്ഞെല്ലാം വൃത്തിയാക്കി സെറ്റ് ആക്കി തരാം. ഫുഡ് നമ്മള് കാഴ്ച നമ്മള് രാവിലെ നീച്ച് നമ്മളെല്ലാരും വീട്ടിൽ ചെയ്യണ്ടേന്ന് പറഞ്ഞാൽ നമ്മളെ ബെഡിലുള്ള ഡ്രസ്സൊക്കെ എല്ലാരും മടക്കി വെക്കണം. എല്ലാരും ചെയ്യണം ഗൈസ്, എല്ലാരും ചെയ്യണം. അത് നമ്മുടെ ഒരു വീഡിയോ എടുക്കുമ്പോ മാത്രല്ല ഗൈസ്, എല്ലാ സമയത്തും നമ്മളിത് ചെയ്താൽ നമുക്ക് എന്നും സമാധാനായിട്ട് മുന്നോട്ട് പോകാം. വീഡിയോ കൊണ്ട് വന്നാൽ നല്ലൊരു ശീലാണ്. കിടക്കാൻ പോകുമ്പോഴും കിടന്ന് നീച്ചുമ്പോഴും നമ്മളെ ബെഡ് ജസ്റ്റ് ഒന്ന് തട്ടെങ്കിലും ചെയ്യണം. ഇല്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ എന്താ പറയണേ തട്ടണം. അങ്ങനെ പറഞ്ഞത് കേട്ടോ. എനിക്ക് എന്തിനാ അറിയില്ല, ഇവിടെ പറഞ്ഞത് അങ്ങനെ ചെയ്യണം എന്നാണ്. അത് ചെയ്യണം നല്ലതാട്ടോ. അപ്പൊ എല്ലാരും മറക്കാതെ ചെയ്യും. തൽക്കണിയൊക്കെ കൊട്ടണം. ബെഡ്ഷീറ്റ് വിരിച്ചിട്ടാണ് പുതപ്പ് മടക്കുക. ഇത് എവിടെ നിന്ന് മടക്കി വെക്കുക? ഇങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. അതെന്നെ കഴിഞ്ഞിട്ട് വേണം തന്നെ കാട്ടണമെന്ന്. ഞാൻ അങ്ങനെ കാട്ടാം. ഞാൻ എടുക്കണ പണി അമ്മായിമാളെ കൊത്തിയടക്കാൻ നിൽക്കണം. അതൊരു സുഖല്ല പരിപാടിയാണ്. പിന്നാലെ അങ്ങനെ ചെയ്ത് പറയാൻ പഠിപ്പിച്ച് ചെയ്യിപ്പിച്ചാല് ഇഷ്ടാണ്. എല്ലാവർക്കും ഇഷ്ടാ. ഇപ്പൊ ഞാൻ നടക്കണ കണ്ടേ പഠിച്ചും അതൊക്കെ പഠിച്ചാൽ കിടക്കണുള്ളൂ. പിന്നെ നമുക്ക് വിരുന്നാര് വരുന്നുണ്ട്. അപ്പൊ അത് പ്രമാണിച്ചാണ് ഇന്നിപ്പോ ബിരിയാണി നേരത്തെ നീച്ച് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ എത്തിക്കണത്. സരോള ബിരിയാണി അയിമക്ക് എത്തൂല ഒന്നും. സാധനം ബിരിയാണി അടിപൊളിയാട്ടോ. വീഡിയോക്ക് വേണ്ടി എന്തോ പറയാന്നില്ല. അല്ല വള്ളായി അങ്ങനെ പറയും. അപ്പോഴോ വിശ്വസിച്ചുള്ളൂ. ബിരിയാണി അടിപൊളിയാ. നമ്മള് ബെഡൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി നേരത്തെ ശരിക്കൊന്നും അല്ല കേട്ടോ ഗൈസ് വൃത്തിയാക്കിക്കണത്. വെറുതെ ഒരു ഷോക്കാണ്. ഇവിടെ കണ്ടോ? ഇവിടെ ഒന്നും ഉള്ളു കഴിയിട്ടില്ല. വെറുതെ അതൊന്നും കാട്ടിക്കൊടുക്കണ്ട. കാട്ടിക്കൊടുക്കും. എടുക്കണ പണി വൃത്തിക്ക് ഇല്ലെങ്കിൽ എടുക്കണ്ട ഗൈസ്. ഇതേമാതിരി ഒരു ദിവസം അന്ന് ഞാൻ ശരിക്കൊരു അമ്മായിമ്മടാവും. പിന്നെ നമ്മക്കും മാണ്ടിയല്ല, പിന്നെ കണ്ടവർക്കും മാണ്ടി വിരിച്ചണത്. വീഡിയോക്കും മാണ്ടി മാണ്ടുന്നല്ല പൊന്നാരി സിത്താര. ഞാൻ അത് വിരിച്ചരില്ല. നോണ പറയാ വിരിച്ചരില്ല ഗൈസ്. നോണല്ല ഗൈസ്, സത്യാണ്. വിരിച്ചലും ഉണ്ട്, മറിച്ചലും ഉണ്ട്, എല്ലാ പണിയെടുക്കലും ഉണ്ട്. നാസിഫ് മെയിൻ ആണ്. ഞാൻ ബിരിയാണി ഉണ്ടാക്കണോ? വേണ്ട, അത് മാത്രം വേണ്ട, ബാക്കിയൊക്കെ ചെയ്തോ. കോഴി വെള്ളത്തിലിടണല്ലേ? അപ്പൊ കഴിച്ച് നമ്മൾ കോഴി വെള്ളത്തിലിടണം. ഇതാണ് ഇവിടുത്തെ ചിക്കന്. ഇവിടെ നമുക്ക് എപ്പോഴും ഒന്നെങ്കിൽ ഫ്രോസൺ ചിക്കന് അല്ലെങ്കിൽ അരിഞ്ഞ ചിക്കന്. അല്ലാതെ ഫ്രഷ് ആയിട്ട് നമ്മളെ നാട്ടിലത്തെ മാതിരി
എടുക്കാറില്ല. ഉണ്ടാവോ? ഉണ്ടാവല്ലേ? ഇങ്ങനെയാണ് ഇവിടെ പീസ് കിട്ടും. ഇങ്ങനെയല്ല, എല്ലാ തരത്തിലും കിട്ടും. ഞങ്ങൾ ഇതാണ് മേടിക്കാറ്. ഇപ്പൊ തന്നെ എനിക്ക് മനസ്സിലായല്ലോ ഇവിടുത്തെ പണിയൊക്കെ ഞാൻ. അതെ, ഇന്നൊരു ദിവസം നൊലോഴിച്ചേനി ഞാൻ എടുക്കാന്ന് പറഞ്ഞാണ് ഗൈസ്. ഞാൻ എടുത്ത് തുടങ്ങിയിട്ട് ഇപ്പൊ എന്താ വീഡിയോ എടുക്കാനേ. എന്നെ പറ്റൂല അവിടെ ഒന്നും വെക്കല്ലേ, നമ്മൾ സ്ഥിരം കാണിക്കണം. കുറച്ച് സ്റ്റാൻഡേർഡില് ഇവിടെ ഞാൻ എടുത്തോണ്ടിരിക്കേന്. ഇന്ന് ചീത്ത ഓനെന്നെ എടുക്കുന്ന് പറഞ്ഞു. ഓനെടുക്കട്ടെ. അപ്പൊ ഇനി നമ്മള് കുറച്ച് പണിയോട് എടുത്തേക്കണ്. ഉള്ളിയൊക്കെ ഓൾറെഡി ഓളെ അരിഞ്ഞ് വെച്ചിക്കണ്. താങ്ക് യു. എന്താ ഇത് പറഞ്ഞത് എല്ലാം ഞാൻ എടുക്കുന്ന എല്ലാം ഞാൻ എടുക്കും. ഇജ അങ്ങനെ പറഞ്ഞാണ്ട് ഇജ എന്താ കാട്ടില്? എനിക്ക് ഇജ അങ്ങനെ പറഞ്ഞാണ്ട് എന്താ കാട്ടില്? ഇജ ഈ സീറ്റിനാണ് ഇരിക്കും. ആ മല്ലിച്ചപ്പോ ഒന്ന് കേക്ക് കൊടുന്ന, ആ കത്തി ഒന്ന് എടുത്താ, ആ പാത്രം ഒന്ന് എടുത്താ, ആ പണി ഞാൻ എടുക്കണേ. കുന്ത മെയിൻ പണിയൊക്കെ ഞാൻ എടുക്കണേ. കയ്യാള് ഞാൻ മെയിൻ പണിക്കാരനാകുകയാണ്. ഒന്നില്ലേലും വെക്ക് കുഴപ്പമില്ല. പക്ഷെ മല്ലിച്ചപ്പില്ലെങ്കിൽ സാൻവിച്ച് കണ്ടുവല്ലോ മല്ലിച്ചപ്പെട്ട് പറഞ്ഞ സ്ഥിതിക്ക് എല്ലാം എടുത്ത് ഞാൻ തുറന്നിട്ട് കത്തിയോ സ്പൂൺ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ പറ്റൂലേ? അതാ പറഞ്ഞ പുതിയ മിക്സി വേണം. ഇല്ല മിക്സിയിൽ അരച്ചാ മതി ഡയലോഗ് കിട്ടിയല്ലോ. പുതിയ മിക്സി അങ്ങനെയൊക്കെ മറ്റേ പുതിയ എടുക്കണോ? പുതിയ എടുക്കണ്ട അവിടെ തന്നെ നിന്നോട്ടെ. പുതിയ എടുക്കണ്ട. തൽക്കാലം പഴയതായ നമ്മൾ കണ്ടില്ലേ, പുതിയത് ഉണ്ടായിട്ടും പഴയതിൽ ഉപയോഗിക്കുക. അതാണ് നമ്മളെ അല്ലേ? പുതിയ അവിടെ നോട്ടോ. അപ്പൊ നമ്മള് അരി എടുത്തേക്കണ്. അതാദ്യം ഞാൻ എടുത്തു ഗൈസ്. അപ്പൊ ഇനി പോയി ഞാൻ എടുത്തു. എന്ത് തോരനാ? ക്യാരറ്റ് തോരൻ, മീൻകറി, ചമ്മന്തി, നാടൻ. ഒരു സർപ്രൈസ് ഉണ്ട്. നാളെ ക്ലാസ് ഉണ്ട്. 6:30 ചെല്ലാൻ പറഞ്ഞോ? നമ്മൾ അടുക്കളയിലേക്ക് പോവുകയാണ്. അതൊക്കെ നമ്മളിപ്പോ നേഴ്സിംഗ് പഠിച്ചിരുന്ന കുട്ടികളാണ് ഗൈസ്. അപ്പൊ ഇതേമാതിരി കൊറേ മലയാളീസ് ഉണ്ട്. ഇനി ക്ലാസ്സിന് പോകുമ്പോ കാട്ടിത്തരാം കൊറേ കുട്ടികളെ. അതൊന്നുമില്ല, കാണിച്ചു തരുന്ന്. ആശുപേക്കായി പറഞ്ഞാ കാണിച്ചു തരും. ഇവിടുത്തെ എല്ലാരും ഏട്ടായിയാണ് ഗൈസ്. എന്തേ ഇഷ്ടായോ? നമ്മള് കൊറേ ജർമ്മൻ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ക്ലാസ്സിന് പോകുമ്പോ കാണാം അതൊക്കെ. ആരൊക്കെയാണത്? ജർമ്മൻ ഫ്രണ്ട്സ്. ടീനോ, പിന്നെ കാലേ, പിന്നെ അങ്ങനത്തെ വേറെയും കുറെ ഗേൾ ഫ്രണ്ട്സ്. നോ ഗേൾ ഫ്രണ്ട്സ്, ഓൺലി ബോയ് ഫ്രണ്ട്സ്. ഇതൊക്കെ കിട്ടില്ല. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി അല്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചോളൂ. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്നത് ഏതാ? മല്ലിച്ചപ്പിന്റെ ആളാണ്. എടി ഒരു പാത്രം കൂടി ഇത്തവണ മല്ലിച്ചപ്പേ. ഹലോ ഗൈസ്, നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കണ ഇവിടെ 2 കൂട്ടുകാരികൾ വരുന്നുണ്ട്, ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പൊ ഓൽക്കുള്ളൊരു സൽക്കാരാണ്. അപ്പൊ ഏതാ ഫ്രണ്ട്സ് ആണ്? ഞങ്ങളൊരു ഷോട്ട് ഇട്ടിക്കണ്. ഞങ്ങൾ ഒരു ദിവസം ഓരോരുത്തർക്ക് പോയില്ലേ? അയത്തൊരു കുട്ടിന്റെ കൈ ഒടിഞ്ഞില്ല. അപ്പൊ ഒടിഞ്ഞിട്ടില്ല, ചതഞ്ഞിക്കല്ലേ. അപ്പൊ കാണാൻ പോയിന്. അപ്പൊ അതിന്റെ ഷോട്ട് ഞങ്ങൾ ഇട്ടീന് ഓൾറെഡി ഞങ്ങളെ യൂട്യൂബ് ചാനലില്. പോയി കണ്ടോളി. വീഡിയോ പൊടിച്ചേക്കണോണ്ടില്ല മെച്ചം എന്ന് പറഞ്ഞാൽ നമ്മളോട് വല്ലാതെ പണിയെടുക്കാൻ പറയും. എന്ത് സാധനം വീഡിയോ എടുക്കാണ്ടില്ലേ? ഒരു കരുത്തോട്ട് വെച്ചിട്ട് കൊണ്ട് പണിപ്പിച്ചാണ്. ജ്യൂസോ? ക്യാരറ്റ് ജ്യൂസാ? ഹെൽത്തി.
ഓക്കെ ക്യാരറ്റ് ഞാൻ പോയിക്കണം അല്ലേ? ക്യാരറ്റ് പൊയിഞ്ഞോ എന്നിട്ട് ജ്യൂസ് അടിക്കും. ഓക്കെ ഓക്കെ ക്യാരറ്റ് പോയിക്കണം പിന്നെ കാണാം. നോക്ക് ഇങ്ങനെ ആടിക്കൊഞ്ഞ് നിക്കല്ലേ, എന്താ സാറില്ലല്ലോ, എല്ലാം ഞാൻ അറിഞ്ഞല്ലോ. പഠിച്ചാണ്ട് അതടവാണ് അതടവാണ്. ഇത്രയും നേരം പഠിച്ചാലോ. അല്ല ഈ ക്യാരറ്റ് എങ്ങനെ അറിയണ്ടേ? അത് കുനുകുന എത്ര കുനുകുന ഒന്നും ആക്കണ്ട, അങ്ങനെ ചെറുത കട്ടങ്ങ. ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ്ട്. ബിരിയാണി റെഡി ആക്കും. ബിരിയാണിനെ പറ്റിച്ച് പേടിച്ചണ്ട, അത് സെറ്റാണ്. ജ്യൂസിനെ പറ്റിച്ച് പേടിച്ചണ്ട. പറയല്ലേ അപ്പൊ എനിക്ക് പഠിച്ചാക്കാൻ തോന്നുന്നു. പഠിച്ചല്ലോ ഇജ് അങ്ങനെയും പറയണ്ട, മൈൻഡ് കൊടുക്കണം. ഞാൻ അതിന് മൈൻഡ് വെക്കണല്ലോ, ജലം കിട്ടാ പഠിച്ചാണ്ടെന്നൊക്കെ. അപ്പൊ കേട്ടാ മതി, കേട്ടോ. വേറെ ഒന്നും പറയണ്ട. പഠിച്ചാൽ മതി വെച്ച് പഠിച്ചാക്കാൻ തോന്നും. കഴിവാട്ടോ പഠിച്ചാ പഠിച്ചേക്കണം. അണ്ടിപ്പരിപ്പ് എനിക്ക് കണ്ട നേരം എത്ര കേട്ടോ എന്ത് കിട്ട് കിട്ടോ? ഞാൻ ബിരിയാണിക്കല്ലേ ഇടുള്ളൂ. നോക്കി നിക്കാതെ ഇടടി അങ്ങോട്ട്. ഇതിലെന്താ സുഖാണ് കിട്ടാൻ. ഏതില്? ഈ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ പാകത്തിനുണ്ടാക്കുമ്പോ ഇജ്ജ് തിന്നലുമില്ല. ഗൈസ് അപ്പൊ നമ്മള് പഠിച്ചാൻ പോവാണ്. സാധനം ഞാൻ കുറച്ചിന്റെ ഇരട്ടോ പഠിച്ചാൻ തന്നെ പോണ്. എന്ത് കള്ളത്രം പോയാ. ഗൈസ് നമുക്കിപ്പോ ചോറ് എന്തായി പോയോക്കാം. സാനിയോ ചോറെന്താ അവസ്ഥ? ഐ മാഷല്ലാ, ഇത് നല്ലതാണ്, സംഭവം സെറ്റായല്ലോ. ഇതെന്താ? ഇത് മസാല വെച്ചല്ലേ? ദമ്മിടൂല്ലേ? അതിന്റെ മേൽ ദമ്മിടണ്ട. എന്തായി? ക്യാരറ്റായി. ഏതാ ഒളിച്ചോടെ സാധനം. കഴിവുണ്ട് എനിക്ക്. ബിരിയാണി ഉണ്ടാക്കാൻ എനിക്കൊരു പ്രത്യേക കഴിവാണ്. മല്ലിച്ചപ്പില്ലെങ്കിൽ സാധനമില്ല. മറ്റേ കോഴിത്തിന്റെ അടിയില അറിയട്ടുണ്ടാക്കാൻ. ഞാൻ പോവാണെന്നാ ആയിക്കോട്ടെ. ഞാൻ വരണ്ടേ? ഞങ്ങൾ റൂമിൽ തന്നെ ആക്കാം. എന്താ ഗൈസ്? അല്ല എന്താ സാർ? ക്യാരറ്റ് എങ്ങനെ നമ്മൾ ജ്യൂസ് അടിച്ചിരിക്കുന്നത്? ഇത് നമ്മള് ഓരോട് കുടിച്ചിട്ടേ ചോദിച്ചേക്ക ഇതെന്ത് ജ്യൂസാണ് അറിയോ നോക്കാലോ. നമ്മള് റൂമൊക്കെ ക്ലീൻ ആക്കി പഴിച്ചു. ബിരിയാണി ആകുമ്പോ പഴിച്ചു. 1 മണിക്കൂറായില്ലേ പോയി ദമ്മിട്ടിട്ട്? 1 മണിക്കൂറായില്ലേ ഇപ്പൊ എടുത്താലോ? ഞമ്മക്ക് തിന്നാ. ഓല് വരുന്നുള്ളൂ, ഇപ്പഴൊന്നും വരില്ല. ഞമ്മക്ക് കുറച്ച് തിന്നാ. ഉച്ചക്ക് പഴിച്ചില്ലേ? ഓൽക്കില്ല എടുത്തേക്ക. ഓടിക്ക. അടിപൊളി മണുണ്ട്. നോക്കിയാ ഇത് മിക്സ് ചെയ്യാണ്ടോ? പണിയുണ്ട്. വിസ്മിയാണ്ട് പൊട്ടിച്ചോ? നല്ല രസമുണ്ടോ? നമുക്ക് എന്നും ഇങ്ങനെ ബിരിയാണി ആക്കിയാലോ? നേരല്ലേ ഇടക്ക് മതി. അതാകുമ്പോ ആ രസം ഉണ്ടാവില്ല ഇടക്കിടക്ക് തിന്നുമ്പോ. ഞങ്ങളും തന്നെ ഓല് വന്നിട്ട് തിന്നണമെന്നൊക്കെ എത്തിന്. പക്ഷെ എന്താ കാട്ടണേ അല്ലേ? ഓലെ ട്രെയിന് ഇനി ലേറ്റ് ആവുന്നു.
വരുന്ന ട്രെയിൻ ലേറ്റ് ആവുന്നു. ഞങ്ങൾക്ക് ഏതായാലും നല്ല പൈപ്പ് പയിച്ചുണ്ട്. നമുക്ക് ഏതായാലും നല്ല പൈപ്പ് പയിച്ചുണ്ട്. അപ്പോൾ എത്തി ഒരു റൗണ്ട് തിന്നാണ്, വേറെ റൗണ്ട് ഓല് വന്നിട്ട് തിന്നല്ലേ. ഐഷ് മാഷാ അല്ലാഹ്, അങ്ങനെ ബിരിയാണി ആയില്ല. എടുത്താ പ്ലേറ്റ് എടുത്താ തിന്ന നമ്മൾ തിന്ന. സമയം ഇവിടെ 3:56 ഇപ്പൊ ചോറ് കഴിച്ചിട്ടുള്ളൂ. 4 മണിയാകാനായി. അയ്യോ ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ. ഒരു രക്ഷയില്ല, വല്ലായി ഞാൻ ക്ഷമിച്ചു. ഹലോ ഗൈസ്, പണ്ട് ഞാൻ ഇവളോട് പറഞ്ഞിനി നമ്മള് ബിരിയാണി 10 പൈസക്കില്ല. എനിക്ക് തോന്നിപ്പോ അതിന്റെ പ്രതികാരമായിട്ടാണ് ഇതേമാതിരി അടിപൊളിയായി ഉണ്ടാക്കി തരുന്നത്. നിങ്ങളെന്തായാലും ഇങ്ങനത്തെ ഒക്കെ പ്രതികാരം കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. മാഷാ അല്ലാഹ്, നമുക്ക് കൊടുത്താ ഞാൻ കടി പോരാ. ഓല് വരുമ്പോതിന് വാ. ഓല് വരുമ്പോ സെറ്റാക്കി ജ്യൂസൊക്കെ കൊടുത്ത് വെക്കുക. അപ്പൊ ഞാൻ പോയാ. ഓക്കെ, കൂട്ടുകാരി കാണാൻ വരിക. ഞാൻ കൈ ഓടിക്കല്ലേ. ഒന്നും ഓടിയിട്ടൊന്നും ഇല്ല, നൈസ് അടി അടിക്കും. അത്ര ചാടി കളഞ്ഞല്ല. ഇതാണ് ഹസ്ബിന്റെ ഒപ്പം പഠിക്കണേ കുട്ടികളാ ബലി. വെള്ളം വേണോ? മറ്റൊരു ഗൈസ്, ഇതാണ് എന്റെ ടീച്ചേഴ്സ്. മറ്റേ ചെറിയ ഞാൻ പറഞ്ഞില്ല നമുക്കൊരു TV മേടിക്കണം. എന്നിട്ട് എന്ത് ജ്യൂസാ പറയണേ? ഞാൻ പറയാം, കുടിച്ചിട്ട് ഇതെന്ത് ജ്യൂസാണ് ഗൈസ്? രസമുണ്ടോ? ജ്യൂസ് രസമുണ്ടോ? എന്താ കാക്കായി? അല്ല, അൻസിലാക്ക് ഞാൻ കരുതി അൻസിലാക്ക് അറിയുന്ന പപ്പായാണോ? ഓറഞ്ച് അല്ലടി. ക്യാരറ്റ്. നിങ്ങൾ ഫുഡ് കഴിച്ചോ ഉച്ചക്ക്? നിങ്ങളെന്താ നേരം വൈകിയ? ആണോ നേരം വൈകിയെന്തേ? വയറ് നിറക്കണ്ടെന്നായി. നമ്മളെ ആസിഫേട്ടായി വരുന്നുണ്ട്. ഇതെന്താ ഇവിടെ ആരൊക്കെ? ഇതാരാ? അറിയില്ല. അയ്യോ വെറുതെ അതെവിടെ നിങ്ങൾ ചെയ്തേ? ഗായ്സ്, അവര് നമുക്ക് സർപ്രൈസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഗായ്സ്. ഇതാണ് ഞങ്ങളെ സർപ്രൈസ്. നല്ല സ്ഥലം നോക്കി ഗൈസ്. അങ്ങനെ അവര് ഗിഫ്റ്റും കൊണ്ടാ വന്നത് ഗൈസ്. അഭിപ്രായം കേൾക്കണം, അതിനാണ് ഞാൻ അഭിപ്രായം പറയണത് നിർബന്ധ. തൈരിട്ട് കൊടുക്ക്. അന്ന് ഞാൻ ഇന്നലെ പെരിക്ക് പോയില്ലേ, അന്ന് നമ്മള് പോയില്ലേ, അച്ചാറിട്ടല്ലേ? വീഡിയോയില് അതിനെന്റെ കിട്ടിയില്ല. രസമുണ്ടോ? ഉണ്ടോ? അപ്പൊ ഗായ്സ്, നിങ്ങള് പോകാണോ?
അപ്പൊ എന്നൊരു ബൈ. ഞങ്ങള് പോകാം. പോയിക്കോ. ഇത് വലിയ ഇത് വലിയ മച്ചിയാ. ഞാനെങ്ങനെ സഹിച്ചണാവോ? എവിടെ പോയാലും വീട് സാധനങ്ങൾ പൊട്ടിക്കും. ഇവിടെ പൊട്ടിക്കണ സാധനങ്ങളൊന്നും ഇല്ല ഞങ്ങളുടെ റൂമില്. എന്നാ പോയേരെ. ബൈ. അപ്പൊ ഗൈസ് ഇതാണ് ഞങ്ങളെ ഒരു ലീവിലെ ദിവസം. അത് പെട്ടെന്ന് കഴിഞ്ഞു. ഞാൻ കടയിൽ പോയി വന്നിരിക്കുമ്പോ ആകെ പെണ്ണുങ്ങൾ ലേഡീസ് ഹോസ്റ്റല് മാതിരി. എനിക്ക് ആകെ മടിയായി. എന്താ പിന്നെ അങ്ങനെ കഴിഞ്ഞ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി അല്ലേ സാനിയോ? അപ്പൊ ഒരു ഒരു ക്ലാസ്സും ഡ്യൂട്ടി ഒക്കെ ഉള്ള ദിവസത്തിന്റെ വീഡിയോ ഒരു വേറെ ചെയ്യണ്ട്. അപ്പൊ പിന്നെ കാണാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, എല്ലാം ചെയ്യാ. അപ്പൊ പിന്നെ കാണാം. ബൈ.